യൂറിൻ തെറപ്പി എക്സ്പീരിയൻസ് சொல்லுங்க. ഞാൻ ഒരു ഫിലിം ആക്ടർ, മലയാളത്തിലെ വന്നൊരു ഫിലിം ആക്ടർ. എൻ്റെ പേര് കൊല്ലം തുളസി. ഞാൻ നിറയെ പടത്തിൽ, തമിഴ് പടത്തിലൊക്കെ ആക്ട് പണിയിരിക്കുന്നത്. അരുള്, അപ്പുറം സാമുറായി, അതിൽ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ച ആളാണ് ഞാൻ. വില്ലൻ, ദുഷ്ടൻ. ഓക്കെ. ഞാൻ യൂറിൻ തെറാപ്പി തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തോട് ഞാൻ നല്ല സ്മാർട്ടായിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് ക്യാൻസർ വന്നിരിക്കും. ക്യാൻസർ വന്നതിനും ക്യാൻസറിൽ നിന്ന് ഭേദമായത് യൂറിൻ തെറാപ്പി കൊണ്ട് കഴിച്ചതാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ക്യാൻസർ വീണ്ടും വരാതിരുന്നത് യൂറിൻ തെറാപ്പി കഴിച്ചതുകൊണ്ടാണ്. കാര്യം ക്യാൻസർ വന്നതിന് ശേഷമാണ് ഞാൻ യൂറിൻ തെറാപ്പിയെക്കുറിച്ച് മനസ്സിലാക്കിയതും അത് തുടങ്ങിയത്. പക്ഷേ പിന്നെ എനിക്കൊരിക്കലും ക്യാൻസറിൻ്റെ അസുഖം വരികയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റുള്ള ഒരുപാട് രോഗങ്ങളെല്ലാം എനിക്ക് മാറുകയും ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ന്യൂറോപ്പതിയിൽ നിന്നും ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് പോയി. പക്ഷേ ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദിസ് യൂറിൻ തെറാപ്പി. യൂറിൻ തെറാപ്പി എന്നോട് എക്സ്പീരിയൻസിലാണ്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണുള്ളത്. നമ്മുടെ എല്ലാവിധ അസുഖങ്ങൾ മാറുന്നതിന് മാത്രമല്ല, അല്ല എപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും. ഐ എം എ 75 years old man. 75 years, യെസ്. ഞാനിപ്പോൾ കണ്ടാൽ 40, 30, 75 തോന്നില്ലായിരിക്കും നിങ്ങൾ. പക്ഷേ 75 വയസ്സുണ്ട്. 75 വയസ്സിൽ ഇപ്പോഴത്തെ ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നത്, സംസാരിക്കുന്നു ബിക്കോസ് ഓഫ് യൂറിൻ തെറാപ്പി. യൂറിൻ തെറാപ്പി വന്ന് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ രോഗങ്ങൾക്കും ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന ഒരു മരുന്നാണ് ഈ യൂറിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി ദൈവം തന്നെ ശരീരത്തിൽ തന്നിരിക്കുന്ന ഔഷധമാണ് യൂറിൻ എന്ന് പറയുന്നത്. അത് പരിപാവനമാണ്, പരിശുദ്ധമാണ്, ഗുണപ്രദമാണ്, ഉപയോഗപ്രദമാണ്. ഏത് തരം ആൾക്കാർക്കും ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഡോക്ടറുടെയോ മരുന്നിൻ്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൻ്റെയോ അവരുടെയും പരിഗണനയോ ഉപദേശമൊന്നുമില്ലാതെ എന്ത് രോഗം വന്നാലും ആരോടും ചോദിക്കാതെ സ്വയം കഴിക്കാവുന്ന ഒരു മരുന്നാണ്. ഇതിന് പണച്ചെലവില്ല. ഇത് എപ്പോഴും സുലഭമാണ്. അവനവൻ്റെ മൂത്രം കഴിച്ച് അവനവൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോഴേ ഈ വർദ്ധിച്ചു വരുന്ന ലക്ഷക്കണക്കിന് രൂപ ചിലവുള്ള ആധുനിക ചികിത്സാ രംഗത്ത് ഇത് വലിയ പ്രതിവിധിയാണ്. പാവപ്പെട്ടവർക്ക് അങ്ങനെ പൈസ കൊടുക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരെ ഈ മെഡിക്കൽ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്. ഓരോ പൗരൻ്റെയും കടമയാണ്, ധർമ്മമാണ് യൂറിൻ തെറാപ്പി പ്രചരിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ ഈ കുത്തക മുതലാളിമാരെ, കുത്തക മരുന്ന് നിർമ്മാണ കമ്പനികളെ, കുത്തക ഡോക്ടർമാരെയൊക്കെ അവരുടെ ചൂഷണത്തിൽ നിന്ന് അതീതമായിട്ട് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ, പാവപ്പെട്ട രോഗികളെ, എല്ലാ രോഗത്തിനും പ്രതിവിധിയാണ് മൂത്രം എന്നുള്ള സത്യം മനസ്സിലാക്കി പാവപ്പെട്ടവരേക്ക് വളർത്തേണ്ട ചുമതല, ധാർമ്മികമായ കടമ, ചുമതല ഓരോ പൗരനുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മൂത്രം കൂടി ശീലമാക്കുക, രോഗങ്ങളിൽ നിന്ന് മാറ്റുക, മെഡിക്കൽ ഷോപ്പും കോളേജുകളും എല്ലാം മാറ്റുക, അവനവൻ ജീവിതത്തിൽ രക്ഷപ്പെടുക, ഒരുപാട് ആയുസും കൂട്ടിക്കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങിയാൽ നിങ്ങൾക്ക് കൊള്ളാം. சார், உங்களுக்கு கேன்சர் இருந்துச்சு சொல்கிறீங்கல்ல, அது எவ்வளோ இயர் முன்னாடி இருந்துச்சு? இப்போ அதிலிருந்து எவ்வளோ இயர்ஸாக நீங்கள் யூரின் குடிச்சிக்கிட்டு இருக்கீங்க? ஒரு நாளைக்கு எத்தனை தடவை நீங்கள் யூரின் കുടിக்கிறீங்க? ഞാൻ ക്യാൻസർ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് കേൾവിയേ ഇല്ല. അതൊക്കെ ഇത് മരുന്ന് ക്യാൻസർ ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. പക്ഷേ അന്ന് മുതൽ ഞാൻ യൂറിൻ കഴിക്കാറുണ്ട്. എനിക്ക് പിന്നീട് ഒരിക്കലും അതിന് റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. പിന്നെ ഞാൻ എപ്പോൾ ടെസ്റ്റ് ചെയ്താലും ഞാൻ ഫ്രീ ഫ്രം ക്യാൻസർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുമുതൽ ഞാൻ കഴിക്കുന്നത് രാവിലെ 1 ഗ്ലാസ് 200 ml, ഉച്ചയ്ക്ക് 1 ഗ്ലാസ് 200 ml, രാത്രി 1 ഗ്ലാസ് 200 ml. പിന്നെ എപ്പോഴെല്ലാം മൂത്രം വരും അത്രയെല്ലാം കഴിക്കും. മൂത്രം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമില്ല. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. മൂക്കിലൊഴിക്കാം, മൂക്കിലെ അസുഖം മാറും. കണ്ണിലൊഴിക്കാം, കണ്ണിലെ അസുഖം മാറും. ചെവിയിലൊഴിക്കാം, ചെവിയിലെ അസുഖം മാറും. തൊണ്ടയിലൊഴിക്കാം, തൊണ്ടയിലെ അസുഖം മാറും. മുഖത്ത് പുരട്ടാം, ശരീരത്തിൽ മൊത്തം പുരട്ടാം. ശരീരം നല്ല കാന്തിയോട് നല്ല ചെറു പോലെ ഇരിക്കും. நைட்டில் குடித்தா தூக்கம் வராது சொல்கிறாங்களே, உங்களுக்கு? നൈറ്റിലെ മൂത്രം കുടിക്കാതെ 7 മണിക്ക് കുടിച്ചിട്ട് കിടന്നോണം. 7 മണിക്ക് മുമ്പേ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നോണം. പിന്നെ വന്നു കഴിഞ്ഞാൽ രാത്രി കിടക്കേണ്ടി വരും. അപ്പോൾ നൈറ്റ് ത്രൂ ഔട്ട് ഉണ്ടാവുന്ന മൂത്രമാണ് ആദ്യം കുടിക്കേണ്ടത്. അതിനാണ് കൂടുതൽ എഫക്റ്റീവ്, കൂടുതൽ മെഡിക്കൽ വാല്യൂ ഉള്ള അതിനാണ്. അത് മോർണിംഗ് தான் കുടിക്കണം. നൈറ്റിൽ കുടിച്ചാൽ തൂക്കം വരാതെ. നൈറ്റിലെ കുടിച്ചാൽ തൂക്കം വരാതെ. അത് ഓരോ ബോഡി பிரிஸ்க் ஆக்கி விட்டுடும் உடம்பு. இப்போ உங்களுக்கு சார், நீங்கள் ஆள் போயிட்டீங்கன்ற மாதிரி நினச்சி ரொம்ப ஒரு கிட்டத்தட்ட 1 year எங்கே கொல்லம் துளசி காணும்ன்ட்டு நான் நினச்சேன். நான் ஒவ்வொருத்தரும் கேட்டால் யாரும் ஆன்சர் சொல்ல. இவர் ஒரு பேத்தா சாங் கொல்லம் துளசியோட ஃபோட்டோ போட்டு அப்படியே பேத்தா சாங் போட்டாச்சு மியூசிக்கு.
நான் நினச்சேன் ஐயோ கொல்லம் துளசி എടുത്ത് പോയച്ചത് போயாச்சு நினச்சி അവന്റെ അപ്പനായിരുന്നു. ரொம்ப ஃபீல் பண்ணேன் நான். அப்புறம் பார்த்தா இப்போ ஒரு 1 மந்த் பேக்கு உங்களை பார்த்த உடனே நான் ஆச்சு அப்பா பரவாயில்ல கொல்லம் துளசி உயிரோடு இருக்கிறாரு ரொம்ப இதுன்னு. இப்போ அதுக்கப்புறமா இன்னைக்கு வந்து ஸ்ட்ரைட்டாக பார்த்த உடனே ரொம்ப சந்தோஷம், நல்ல சேஞ்சஸ் உங்களுக்குள்ள. இப்போ நல்லா ஒரு ഇനി ഞാനിപ്പോ 75 വയസ്സായി. ഇനി ഞാൻ കൂടുതൽ നാളൊന്നും ജീവിച്ചിരിക്കത്തില്ല, ഒരു 25 വർഷത്തിനപ്പുറത്തൊന്നും ഇരിക്കത്തില്ല. സെഞ്ചുറി 100 വയസ്സ്. He will live for 100 years. That's what he said. അന്ന് ഞാൻ എൻ്റെ മൂത്രം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പം ഞാൻ കൊടുക്കത്തില്ല. 100 വയസ്സിന് ശേഷമുള്ള മൂത്രം എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് മൂത്രം നമ്മൾ പിന്നെ അങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കുക. നോക്കണം, നമ്മുടെ മൂത്രം കടത്തി അവരുണ്ട് മരുന്നുണ്ടാക്കുന്നു. നമ്മളങ്ങാണ് ലണ്ടനിൽ പോയപ്പോൾ നമ്മുടെ മലം വിറ്റ് കാശാക്കാം. ഒരു ദിവസത്തെ മലത്തിൽ 40 പൗണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പം അങ്ങോട്ടൊന്ന് പോകണമെന്നുണ്ട്. നമ്മുടെ മലചികിത്സ നടന്ന അലോപ്പതിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾ മൂത്ര ചികിത്സ നടക്കുന്ന നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിന്റെ അന്ന് മൂത്രം കൊണ്ടല്ല നമ്മൾ കൊടുക്കുന്നത്, ഞങ്ങളുടെ മൂത്രം വലിയ കൊടുക്കും. നീ എന്തിനൊക്കെ അത് എതിർക്കുന്നതിന്? നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, ഞങ്ങൾ സമാനം പറഞ്ഞോളാം. ഒരാൾക്ക് ഞങ്ങളെ ചലഞ്ച് ചെയ്യാൻ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. യു പ്രൂവ് ഇറ്റ്. ஓகே, தேங்க் யூ. உங்க நர்வ்ஸ் உங்க கால் இந்த இதெல்லாம் நர்வ்ஸ் எல்லாம் ஸ்ட்ராங் ஆச்சுல்ல, யூரின் தெரப்பி யூஸ் பண்ணி தானே, அது சொல்லுங்க ஜெக்கு மக்களுக்கு. കാലിൽ ന്യൂറോപ്പതി വന്ന എൻ്റെ കാലുകൾക്കെല്ലാം തളർച്ചയായിരുന്നു, പിന്നെ മരവിപ്പായിരുന്നു, അഴലൊക്കെ ഉണ്ടായിരുന്നു, വേദനയായിരുന്നു, പെയിൻഫുള്ളായിരുന്നു. ഐ ഹാവ് യൂസ്ഡ് ദിസ് 1 ബക്കറ്റ് ഓഫ് യൂറിൻ, പഴയ യൂറിൻ. ഞാൻ ഒരു വലിയ ടാങ്കിനകത്ത് യൂറിൻ നിറച്ച് 1 മാസം കഴിഞ്ഞ് അത് പഴയ മൂത്രമാകുമ്പോൾ എഫക്റ്റ് ആവും. എൻ്റെ ബക്കറ്റിൽ എൻ്റെ കാല് രണ്ടും കൂടെ ഡിപ്പ് ചെയ്ത് വെക്കും ഫോർ 1 hour. 1 hour ഞാൻ കാലിനകത്ത് വെച്ചിട്ട് അങ്ങനെ 41 days ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ അതെല്ലാം മാറി കിട്ടി. ഇപ്പം ഞാൻ റിജുവിനേറ്റിംഗ് സമയമാണ് ഇപ്പോൾ. പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായി മാറും. എൻ്റെ കണ്ണിന് കാഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ മാറി ഞാൻ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വരവുണ്ട്. ഒരു വരവ് കൂടി വരേണ്ടി വരും മിക്കവാറും നിങ്ങളെ കാണാൻ. അന്ന് തമിഴിൽ ഞാൻ വരും, വീണ്ടും ഞാൻ അഭിനയിക്കാൻ വരുന്നുണ്ട്. തമിഴിൽ 2 പടത്തിലേ അഭിനയിച്ചുള്ളൂ. അതിനകത്ത് വില്ലനായിട്ട് വരികയാണ്. നിങ്ങളെ തമിഴന്മാരുടെ ഇടി കൊള്ളാൻ വയ്യ, അത് കാരണം വയ്യ. ഇടിയുള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല.